നീലക്കുയിൽ എന്ന പഴയകാല ചിത്രത്തിലെ ഒരു ഗാനവുമായാണ് അഖില ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. ഈ പാട്ട് അറിയത്തില്ലാത്ത ഒരു മലയാളി ഉണ്ടോ? പി രാഘവൻ മാഷിന്റെ സംഗീതത്തിൽ ജാനമ ആലപിച്ച ഈ ഗാനം ആലപിച്ച താരത്തിന് നല്ല അഭിപ്രായങ്ങളാണ് വിധികർത്താക്കൾ നൽകിയത്. മോളിങ്ങനെ വളരെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പാടുമ്പോഴത്തേക്ക് വാക്കുകളില്ല മോളെ. മഴയത്തു മുൻപ് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് അലീനക്കുട്ടി ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. ഈ പാട്ടെടുത്തതിന് ഒരു ചക്കരയുമ. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ എസ് ജാനകിയമ്മ ആലപിച്ച ഗാനമാണ് താരം മനോഹരമായി ആലപിക്കുന്നത്. പാട്ടിന്റെ ജാനകിയമ്മ കൊടുത്ത കുറെ ഫീല് മോള് പല സ്ഥലത്തും കൊണ്ടുവന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ആരാ എഴുതിയത്? രചന കൈതപ്പുറം സാറ്. ഏതോ ഒരു സ്ഥലത്ത് നിന്നപ്പോഴേ ഒരു കൊച്ചു കൊച്ചു അതിനെ അറിയത്തില്ല. രചന ഏതോ ഒരു സ്ഥലത്ത് നിന്നപ്പോഴേ ഒരു കൊച്ചു കൊച്ചു അതിനെ അറിയത്തില്ല. രചന നാരായണൻ കുട്ടി. ടോപ്പ് സിംഗർ സീസൺ 5 സിനിമയുടെ പ്രമോഷനായി പുതിയ അതിഥികൾ എത്തുന്നു. ഇസ്കോസ് വിജയൻ എന്ന് പറയുമ്പോ എന്റെ സ്വന്തം ചേട്ടനാണ്. ചേട്ടൻ എഴുതിയതാണ്. ആരെ കുറിച്ചാണെന്നറിയോ? റിമിയെ കുറിച്ച്. എന്നെ സ്നേഹിക്കുന്നുണ്ട് ആൾക്കാർ, പക്ഷെ ഞാൻ അറിയുന്നില്ല. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ഹരിചന്ദനക്കുട്ടി ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. ചന്തുവിനെ തോപ്പിക്കാൻ അത്രയ്ക്ക് ഗംഭീരമായിട്ട് പാടി. വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ KJ യേശുദാസും KS ചിത്രം ചേർന്നാലപിച്ച ഗാനമാണ് താരം മനോഹരമായി ആലപിക്കുന്നത്. എന്റെ ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് മോക്കൊരു ഫൈനലിസ്റ്റ് വരെ എത്താൻ സാധിക്കും. നല്ല രീതിയിൽ പോയി കഴിഞ്ഞു. ഓൾറെഡി ഫിനാലിയിൽ കപ്പ് കിട്ടിയ സന്തോഷമായി. മഴനിലാവ് എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് അർജിതക്കുട്ടി ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. കുഞ്ചിമോളെ എത്ര കോൺസെൻട്രേഷനോട് കൂടിയിട്ടാണ് ഓരോ നോട്ട്സും മോള് പാടിയിരിക്കുന്നത്. ഞങ്ങളുടെ ആർജിത എന്ന ഈ കുഞ്ചി ഒരു അത്ഭുതം തന്നെയാണ്. ഞങ്ങളുടെ ആർജിത എന്ന ഈ കുഞ്ചി ഒരു അത്ഭുതം തന്നെയാണ്. താരത്തിന്റെ ഈ മനോഹരാലാപനത്തിന് നല്ല അഭിപ്രായങ്ങളാണ് വിധികർത്താക്കൾ നൽകിയത്. താരത്തിന് ഈ ഗാനത്തിന് 100-ൽ 100 മാർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എനിക്ക് തോന്നുന്നു സീസൺ 5 കാലക്കപ്പോറെ നിറ മനസ്സോടെ ഞങ്ങൾ എല്ലാവരും കൂടെ തരികയാണ്.